ഇനി ഒരു കാര്യം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഐ മേ റിപ്പീറ്റ്, ഞാൻ ഈ വാട്ടർ ബോട്ടിൽ എടുത്തു, എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ആരാ ഉണ്ടാക്കിയത്, എന്നിട്ട് നിങ്ങൾ ആ കമ്പനിയുടെ പേര് പറയും. ഞാൻ ഈ ഫാൻ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നു, അവർ പറയുന്നത് ഓറിയന്റ് ഇലക്ട്രിക് ആണ് ഉണ്ടാക്കിയത്. നമ്മൾ ഓരോ വസ്തുക്കളെടുത്ത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതിനും ഉത്തരം കിട്ടും അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രപഞ്ചം ആരാണ് ഉണ്ടാക്കിയെന്നുള്ള ചോദ്യം ആ രീതിയിൽ ചോദിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഈ ഫാനായിട്ട് തന്നെ നിൽക്കുകയാണ്, ഇവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ അസ്തിത്വമുണ്ട്, ലൊക്കേഷൻ ഉണ്ട്, മെറിഡിയൻ എല്ലാം ഉണ്ട്. ഈ ഫാൻ ഇങ്ങനെ പടരാൻ തുടങ്ങാന്നിരിക്കട്ടെ, ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ പടർന്ന് ഗാലക്സികളിലേക്ക് പടരുന്ന ഒരു ഫാനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമ്മളത് ആരാ ഉണ്ടാക്കി നമുക്ക് ചോദിക്കാൻ പറ്റും. ഒരു പ്രോഡക്റ്റ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആരാ ഉണ്ടാക്കി നമുക്ക് ചോദിക്കാം. ഇത് ആരാ ഉണ്ടാക്കിയത്, ഇത് ആരാണ് അത് ചെയ്തേ എന്ന് നമ്മൾ ചോദിക്കും. ഒരു ലഹള നടന്നുകൊണ്ടിരിക്കുകയാണ് 2 ദിവസമായിട്ട്, ആരാ അത് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ആദ്യം ചിലപ്പോൾ 2 പേര് തമ്മിലുള്ള കുടിപ്പക ഉണ്ടായിരിക്കും ഉണ്ടാക്കിയത്. ഇപ്പൊ 10 ദിവസമായപ്പോൾ 500 പേര് മരിച്ചു. അത് കണ്ടിട്ടിട്ടും നമുക്ക് ഗുണമില്ല. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അതൊരു തീപ്പെട്ടിക്കൊള്ളിക്ക് വേണ്ടിയുള്ള തർക്കമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഇപ്പൊ 5000 പേര് മരിച്ചു, ഇത്ര പേര് നഷ്ടമുണ്ടായി. ഒരു കാര്യം വികസിക്കുകയും വളരുകയും ചെയ്യുകയാണെങ്കിൽ അത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് തന്നെ അർത്ഥമില്ല. കാരണം ഇന്നത്തെ പ്രപഞ്ചം തന്നെ എടുക്കുക, ഇപ്പോൾ ബിഗ് ബാങ് വെച്ച് ജസ്റ്റ് ലൈക്ക്, അതാണ് ഏറ്റവും കൂടുതൽ തെളിവുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ്. ആ ഒരു ചെറിയൊരു കോസ്മിക് ഒക്കെ ഇങ്ങനെ വികസിച്ച് നക്ഷത്രങ്ങളും ഗോളങ്ങളും നെബുലകളും ഒക്കെ ഉണ്ടായി ഇങ്ങനെ ഓരോ നിമിഷം തോറും ബില്യൺസ് ഓഫ് കിലോമീറ്ററുകൾ അകലേക്ക് നമ്മളിൽ നിന്ന് ഗാലക്സിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം വികസിച്ച് ഇപ്പോൾ ഉള്ള പ്രപഞ്ചമല്ല പിന്നെ ഉള്ളത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇന്റർനെറ്റിൽ വൈറലായിട്ടുള്ള ഒരു ജിഫാണ്. ഇത് കറക്റ്റാണ്, ആക്യുറേറ്റ് ആണ് എന്നുള്ള രീതിയിലല്ല ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനകത്ത് തെറ്റുകളുണ്ട്. ഇത് സൂര്യനെ ഗ്രഹങ്ങൾ ചുറ്റുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. സൂര്യനെ ഈ 8 ഗ്രഹങ്ങളും മറ്റ് ചിഹ്നഗ്രഹങ്ങളും എല്ലാം ചുറ്റി പോകുന്നതായിട്ടാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. ഇതിനകത്തെ വോട്ടക്സിന്റെ കാര്യത്തിലും മറ്റുമൊക്കെ കുറേ പ്രസിഷന്റെ കാര്യത്തിലൊക്കെ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ 2 ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ നിങ്ങൾ നെറ്റിൽ വരുമ്പോൾ കാണാം. അതിനകത്ത് ഡേവിഡ് പ്ലേറ്റിനെ പോലുള്ളവരൊക്കെ എന്തുകൊണ്ട് ഇത് ആക്യുറേറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് അപ്രോക്സിമേറ്റ് ആണ്. നോക്കുക, സൂര്യൻ ഇങ്ങനെ പോകുന്നു. ഈ പോകുന്ന സൂര്യന് ചുറ്റും ഗോളങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നു, സൂര്യന് ചുറ്റും ഇങ്ങനെ ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങുന്നു, സൂര്യൻ നടുക്ക് നിൽക്കുന്നു. അങ്ങനെയല്ല, സൂര്യൻ എന്താ നോക്കൊരു കൊമറ്റ് പോലെ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. കൊമറ്റ് പോലെ പാഞ്ഞു പോകുന്ന സൂര്യന് ചുറ്റും ഓരോരോ ഗോളങ്ങൾ നിശ്ചിത ഭ്രമണപഥത്തിൽ പോകും. അപ്പൊ സൂര്യനൊപ്പം അതും പോകുന്നുണ്ട്. സൂര്യൻ മാത്രമല്ല പോകുന്നത്, സൂര്യനെ ചുറ്റും ഇങ്ങനെ പോവുകയാണ്. അപ്പം എത്ര മോഷൻസ് ആണ് നമുക്കുള്ളതെന്ന് ആലോചിച്ചു. നമ്മൾ സ്വയം കറങ്ങുന്നു, സൂര്യന് ചുറ്റും കറങ്ങുന്നു, സൂര്യൻ നമ്മളെ കൊണ്ട് മിൽക്കി വേയുടെ മധ്യത്തിന് ചുറ്റും കറങ്ങുന്നു, മിൽക്കി വേ വേറെ കറങ്ങുന്നു, മൾട്ടിപ്പിൾ മോഷൻസ് ഒരേ സമയം. നമുക്കൊന്നും തോന്നുന്നില്ല, നമ്മളിപ്പോൾ സ്റ്റേറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കാം, നമ്മൾ ഈ പ്രപഞ്ചത്തില്, ഈ സ്പേസില് ഒരിക്കലും ഒരു സ്ഥലത്ത് ഒന്നിലധികം തവണ നമ്മൾ എത്തിച്ചേരുന്നില്ല. ഇന്നിപ്പോ നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മളിപ്പോ സ്പേസിലാണ് നിൽക്കുന്നത്. നമുക്ക് സ്പേസ് അറിയാൻ കഴിയാത്തത് ഈ റൂഫുണ്ട്, അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആകാശമായിട്ട് അതിനെ കാണുന്നു, ബിക്കോസ് ഓഫ് എ വിഷ്വൽ ലിമിറ്റേഷൻ. നമ്മളിപ്പോ ഉള്ളത് സമയം തൊട്ട് മുന്നേ ഉള്ള സമയത്ത് നിന്ന് കോടിക്കണക്കിന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പ്രപഞ്ചം അത്രമാത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എവരി സെക്കൻഡ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്. ഒരിക്കലും ഭൂമി കറങ്ങി 1 വർഷം കഴിഞ്ഞിട്ട് ഒരു റൂട്ടൊന്നുമില്ല. കൊല്ലം കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ വണ്ടി ഓടുന്നത് പോലെയൊന്നും അല്ല ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. പിന്നെ കോട്ടയവും ചങ്ങനാശ്ശേരിയും ഇല്ല പിന്നെ അടുത്ത തവണ വരുമ്പോൾ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് എക്സ്പാൻഡിങ്. അപ്പൊ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സാധനം, വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം ഏതുണ്ടാക്കിയ കാര്യം നിങ്ങൾ പറയുന്നു? ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത് പറയാം. ബട്ട് എക്സ്പാൻഡിങ് യൂണിവേഴ്സിന്റെ കാര്യത്തിൽ ഹൂ ക്രിയേറ്റഡ് എന്നുള്ള ചോദ്യം അസംബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രപഞ്ചം ആരാ ക്രിയേറ്റ് ചെയ്തത്? ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ല നമ്മൾ ഇന്ന് കാണുന്നത്. നിങ്ങളുടെ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയായിരിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പോകും. താഴോട്ട് പോയി കുറെ കഴിയുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്നത് ആദ്യത്തെ ഇരട്ടിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ ജൈവ കണിക അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മോളിക്കൂളായിരിക്കും. ആ മോളിക്കൂൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഈ ദൈവം എന്നുള്ള സങ്കല്പം ശരിയാവണമെങ്കിൽ
ഈ തുടക്കക്കാരൻ ഇപ്പോഴത്തെ അവസ്ഥയെ സ്വാധീനിക്കാൻ കഴിവുള്ളവനായിരിക്കണം. എന്നെങ്കിലല്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. അയാൾ ഇപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടാവണം. ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഇൻ ദിസ് യൂണിവേഴ്സ്. എന്തായിരുന്നു അപ്പം 1360 കോടി വർഷത്തിന് മുന്നേ എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അത് ഇന്നത്തെ അവസ്ഥയായിട്ടോ ഇനി ഉണ്ടാവുന്ന അവസ്ഥയായിട്ടോ ഒരു ബന്ധവുമില്ല. ദർ ഈസ് നോ കണക്ഷൻ വാട്ട്സ് എവർ. അത് ആദ്യത്തെ ജൈവ തന്മാത്രയിൽ നിന്ന് ജീവനുണ്ടായ ആദ്യത്തെ ജൈവ തന്മാത്രയുമായിട്ട് നമുക്ക് യാതൊരു കടപ്പാടും ഇല്ലാത്തതുപോലെ, നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ആ തന്മാത്ര ഇപ്പൊ നിലവിലില്ലാത്തതുപോലെ, അത് നമ്മളെ നിയന്ത്രിക്കാത്തതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യവും പ്രപഞ്ചത്തിലുള്ള കാര്യവും. ഈവൻ നമ്മുടെ അച്ഛനും അമ്മയും പോലും നമ്മളെ നിയന്ത്രിക്കുന്നില്ല. എന്നെ ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇല്ല, ഇപ്പൊ ഞാൻ സ്വതന്ത്രനായോ? ആ ഒരു റീസണിങ് തന്നെ തെറ്റാണ്.